ഈ ഒരു സാഹചര്യം തീർത്തും അപകടകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ച് അവർ അനുമതി നൽകിയ ഒരു സിനിമ, സെൻസർ ബോർഡിലെ ക്ലിയറൻസ് ലഭിച്ചൊരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതും എല്ലാ തിയേറ്ററുകളിലൊന്നും ആ സിനിമയില്ല, വിരളമായ ചില തിയേറ്ററുകളിലേ ഉള്ളൂ. അപ്പോൾ ആ തിയേറ്ററുകളിലേക്ക് ചെന്നിട്ട് പ്രതിഷേധിക്കുക, എന്നിട്ട് കാണാനെത്തിയവരെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇതേ രീതിയിൽ തന്നെ ഓരോ ആളുകളും അവരുടെ താല്പര്യം അനുസരിച്ച് ഈ സിനിമ ഞങ്ങൾക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അപമാനിക്കുന്നു, ഞങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇതേപോലെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, എന്നിട്ട് കാണാൻ വന്ന ആളുകളെ ഇറക്കി വിടുന്നു. ഈ ഒരു സാഹചര്യം വളരെ മോശമായൊരു പ്രവണത തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് DYFI പോലെ വളരെ പുരോഗമന ആശയങ്ങളൊക്കെ ഉണ്ടെന്ന് മെയിനി പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടനയാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് എതിർക്കുക, പ്രതിഷേധിക്കുക, അതെല്ലാം ചെയ്യുക, നിയമപരമായിട്ട് ഇതിനെ നേരിടുക, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു സിനിമയ്ക്ക് ക്ലിയറൻസ് ലഭിച്ച് ആ സിനിമ പ്രദർശനത്തിന് എത്തുമ്പോൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ അതിനെ തടയും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഫാസിസം എന്നുള്ളത്. അതാണിപ്പം DYFI നമുക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.